ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ATM വഴി എത്ര രൂപ പിൻവലിക്കാം, എത്ര രൂപ നിക്ഷേപിക്കാം, അതിന്റെ ചാർജുകൾ എത്ര എന്ന പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. മിക്ക ബാങ്കുകളിലും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ദിവസം 40,000 മുതൽ 1,00,000 രൂപ വരെ പിൻവലിക്കൽ ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇത് കാർഡ് ടൈപ്പ് അനുസരിച്ച് മാറും. സ്വന്തം ബാങ്ക് ATMൽ ഒരു മാസത്തിൽ 5 ട്രാൻസാക്ഷൻ വരെ സാധാരണ ഫ്രീ ലഭിക്കും. അതിനു ശേഷം ഓരോ പിൻവലിക്കലിനും ചാർജ് ഈടാക്കും. മറ്റ് ബാങ്ക് ATMൽ 3 ട്രാൻസാക്ഷൻ മാത്രം ഫ്രീ ലഭിക്കും. അതിന് ശേഷം ഓരോ ട്രാൻസാക്ഷനും ഏകദേശം 21 രൂപ വരെ ചാർജ്. കൂടാതെ GST ബാധകമാണ്. ബാലൻസ് ഇല്ലാതെ പണം എടുക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെന്റ് പലതവണ എടുത്താലും ചില ബാങ്കുകൾ ചാർജ് ഈടാക്കും. ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ വഴി പണം നിക്ഷേപിക്കാൻ സാധാരണ ഒരു ദിവസം 2,00,000 രൂപ വരെ അനുവദിക്കും. ചില ബാങ്കുകളിൽ കുറവോ കൂടുതലോ ആയിരിക്കും. സ്വന്തം ബാങ്ക് CDM മെഷീനിൽ നിക്ഷേപിക്കൽ സാധാരണ P ആയിരിക്കും. പക്ഷേ മറ്റ് ബാങ്ക് മെഷീനിൽ നിക്ഷേപിച്ചാൽ ചാർജ് ഈടാക്കാം. ശാഖയിൽ കൗണ്ടറിൽ പണം നിക്ഷേപിക്കുമ്പോൾ മാസം ഒരു നിശ്ചിത എണ്ണം തവണ മാത്രം ഫ്രീ ലഭിക്കും. പിന്നീട് ഓരോ ഇടപാടിനും ഏകദേശം 50 രൂപ വരെ ചാർജ് ഈടാക്കാം. ഒരു ദിവസം 50,000 രൂപ കവിഞ്ഞ് ക്യാഷ് നിക്ഷേപിക്കുമ്പോൾ പാൻ നമ്പർ നൽകണം. വലിയ തുക ആവർത്തിച്ച് നിക്ഷേപിച്ചാൽ ഇൻകം ടാക്സ് പരിശോധന ഉണ്ടായേക്കാം. ATM ഉപയോഗിക്കുമ്പോൾ അനാവശ്യ ട്രാൻസാക്ഷനുകൾ ഒഴിവാക്കുക. ഒരുമിച്ച് പണം പിൻവലിക്കുക. SMS അലർട്ട് നിർബന്ധമായി ആക്ടിവേറ്റ് ചെയ്യുക. ഇത് ഭാരത് പബ്ലിക് മീഡിയ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുകയും നിങ്ങളുടെ ഒരേ വീക്ഷണങ്ങളും നമ്മുടെ ഒരേ പ്രതീക്ഷകളാണ്.